ഹലോ എല്ലാവരോടും. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കർക്കിടകത്തിൽ സാധാരണ മിക്കവരും വെക്കുന്ന ഒരു കറിയായിട്ടാണ്. പരിപ്പും താളും കൂടെ തേങ്ങാക്കറി. അപ്പോൾ ഞാൻ താള് കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 പച്ചമുളക്, ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി, ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് താളടുപ്പത്ത് വയ്ക്കുക. ആവശ്യത്തിന് വെള്ളം മതി കേട്ടോ. താളിൽ വെള്ളം ഉണ്ടാകും. അപ്പോൾ ഞാൻ പരിപ്പ് ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ താള് വെന്ത് വന്നപ്പോഴേക്കും വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും കൂടെ ഇട്ടിട്ട് നല്ലപോലെ യോജിപ്പിക്കുക. ഇപ്പോൾ നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ പരിപ്പും താളും കൂടെ നല്ലപോലെ യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൂട്ടി അടച്ച് വയ്ക്കുക. വെന്തിരിക്കുകയാണല്ലോ. പിന്നെ ഒരു കുറച്ച് തേങ്ങ ഇട്ടിട്ട് ഒരു 2 അല്ലി വെളുത്തുള്ളി, ഒരു 5 ചെറിയുള്ളി, പിന്നെ ഇടുന്നത് ഒരു 1/2 ടീസ്പൂണോളം നല്ല ജീരകം. ഇത്രയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇത് അടിച്ചെടുക്കണം കേട്ടോ. അടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കുക. ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഭയങ്കരമായിട്ട് ഒരുപാട് തിളക്കണ്ട. എല്ലായിടത്തും ആ ചൂട് ഒന്ന് പിടിച്ച് വരുമ്പോഴേക്കും നമ്മളുടെ കറി ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരുപാടിട്ട് തിളപ്പിക്കരുത്, പിരിഞ്ഞു പോകും. കറി റെഡിയായി. ഇനി നമുക്ക് ഒരു താളിപ്പ് വേണം. അപ്പോൾ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് വറ്റൽമുളകിട്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾ റെഡിയായിരിക്കുന്ന കറിയിലേക്ക് ഒഴിക്കട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സ്വാദിഷ്ടമായ ഒരു കറിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം കേട്ടോ കൂട്ടുകാരെ.